ഈ ഒരു മൺസൂൺ ടൈമിലാണ് നമ്മുടെ അതിരപ്പള്ളി വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ടൈം. നമ്മളിന്ന് അതിരപ്പള്ളി മാത്രമല്ല, അതിരപ്പള്ളിക്ക് ശേഷം മലക്കപ്പാറ, വാൽപ്പാറ കൂടി ഇന്ന് പോകുന്നുണ്ട്. മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ടൈമിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർഫോളിൻ്റെ ക്ലിയർ വ്യൂ കിട്ടും. അതുപോലെ താഴത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളി വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഹെവി റെയിനുള്ള സമയത്ത് അതിരപ്പള്ളിയിലെ താഴത്തേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്യാറുണ്ട്. നമുക്ക് മേലെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിന്ന് വന്ന ദിവസം താഴത്തേക്കൊക്കെ വിടുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതിരപ്പള്ളിയിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ വരാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് മലക്കപ്പാറ റൂട്ടിലേക്കാണ്. ഇപ്പം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് മലക്കപ്പാറ, വാൽപ്പാറ റൂട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു അതിരപ്പള്ളി കഴിഞ്ഞതിന് ശേഷം ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടം ഇതുപോലത്തെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ തീരെ കാണാറില്ല. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു റൂട്ട് യാത്ര ചെയ്യാൻ. പക്ഷെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം മഴയുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെയും നല്ല വെള്ളം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അതിരപ്പള്ളി കാണാൻ കുറച്ച് കൂടുതൽ ഭംഗിയാണ്. ഈ ഒരു വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന അട്രാക്ഷൻസ്. എവിടെ നോക്കിയാലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്കിതിന് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമ്മൾ മലക്കപ്പാറ റൂട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് മലക്കപ്പാറ റൂട്ടിലേക്ക് പോകുന്ന KSRTC ബസ്സാണ് കേട്ടോ. അപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് അടുത്ത് തന്നെയായിട്ട് ഒരു കോഴിവേഴാമ്പൽ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളങ്ങനെ എന്തോ ആലോചിച്ച് ശൂന്യതയിലേക്ക് കണ്ണും നട്ടങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പാസ് എടുത്തിട്ട് മലക്കപ്പാറ റൂട്ടിലേക്ക് കയറി. രാവിലെയൊക്കെ ഈ റൂട്ടിൽ നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു ഈ റൂട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. നമ്മളെപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോയാലും നല്ല രീതിയിൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാറുള്ള ഒരു റൂട്ടാണിത്. പക്ഷെ ചിലർക്ക് ഭാഗ്യം ഉണ്ടാവാറില്ല. ഇതുപോലെ കുരങ്ങന്മാരെ മാത്രം കണ്ടുപോകുന്നവരും ഉണ്ട്. ഇതുപോലുള്ള കാട്ടുവഴി കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ആനിമൽസിനെ കാണാമെന്ന് പറയുന്നത് ഒരു ലക്ക് തന്നെയാണ്. ആ ഒരു ലക്ക് നമുക്ക് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. പക്ഷെ എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങൾ ഒരുപാട് ആനിമൽസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒരു സൈറ്റിങ്ങും കിട്ടാത്ത യാത്രകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. എന്തായാലും നമ്മളിന്ന് വന്നപ്പോൾ ഒരു കൂട്ടം ആനകൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എന്തായാലും ഭാഗ്യമുണ്ട്. നമുക്ക് ഒരുപാട് ആനകളെ ഇന്ന് കാണാൻ പറ്റി. അതും റോഡ് സൈഡിൽ തന്നെയായിട്ട് അവർ പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കായിരുന്നു. ഒരുപാട് ആളുകൾക്കും ഇന്ന് ഈ റൂട്ടിൽ കൂടെ വന്ന മിക്കവർക്കും ആനകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൊമ്പന്മാരെ പോലെയല്ല പിടിയാനകൾ. ഈ പിടിയാനകളുടെ കൂടെ കുട്ടിയുള്ളത് കൊണ്ട് ഇവർ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം. എന്ന് കരുതി കൊമ്പന്മാരെ അറ്റാക്ക് ചെയ്യില്ല എന്നല്ല, അവരും അറ്റാക്ക് ചെയ്യും. പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ കലിപ്പ് കൂടുതൽ നമ്മുടെ ഈ ഒരു പിടിയാനകൾക്ക് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇവരിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലും വണ്ടിയൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കാം. എന്നാലും ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഓടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ മുന്നോട്ട് പോയി. നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ഈ റൂട്ടിൽ കണ്ട മുട്ടിപ്പഴങ്ങളൊക്കെ ഇതുപോലെ പഴുത്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടി തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ട KSRTC നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. മലക്കപ്പാറയ്ക്ക് വേണമെങ്കിൽ നമുക്ക് KSRTCക്കും വരാം. നല്ലൊരു അടിപൊളി റൈഡായിരിക്കും ഈ ഒരു റൂട്ടിൽ കൂടെ KSRTC പോകുമ്പോൾ. ഞാൻ 2-3 തവണയൊക്കെ ഈ KSRTCയിൽ പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് കിട്ടിയത് നല്ല ഹെവി റെയിൻ ആയിരുന്നു. ഇത്രയും നേരം നമ്മൾ മഴയൊന്നും ഇല്ലാതെ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ നമ്മൾ മലക്കപ്പാറ എത്തും തോറും നല്ല രീതിയിൽ മഴ ഇങ്ങനെ കൂടി വരായിരുന്നു. റോഡ് നിറച്ചും വെള്ളവും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ മലക്കപ്പാറ എത്തി. നമുക്ക് മലക്കപ്പാറ വരെ വരണതിന് പാസ് ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കിടക്കണം എന്നുണ്ടെങ്കിൽ പാസ് എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ പറ്റി. അപ്പോൾ പാസ് ഇല്ലാത്ത മിക്കവരെയും അവർ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അത് നമുക്ക് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പാസ്സൊക്കെ നിർബന്ധമാക്കിയത് കൊണ്ട് തന്നെ വണ്ടികളും വളരെയധികം കുറവായിരുന്നു. ഈ റൂട്ടിൽ അധികം വണ്ടികളൊന്നും നമ്മൾ ഇത്തവണ വന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ തേയിലത്തോട്ടത്തിൽ ഒരു മാൻ നിൽക്കണമുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടികളൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ റോഡിനോട് ചേർന്ന് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. പാസ് നിർബന്ധമാക്കിയതോടുകൂടി നമ്മുടെ ഈ ഒരു വാൽപ്പാറയിലെ തിരക്കൊക്കെ വളരെയധികം കുറഞ്ഞു. പാസ് കിട്ടാത്ത മിക്കവരെയും അവർ പകുതി വെച്ച് ആ ഒരു ചെക്ക് പോസ്റ്റിനെ അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ആദ്യം വരുമ്പോൾ നല്ല തിരക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ആരും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകൾ പൊതുവെ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു മൺസൂണിൽ വാൽപ്പാറയിലെ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. വാൽപ്പാറയിലും നല്ല രീതിയിൽ മഴ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കധികം സൈറ്റിംഗ് ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല. പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കാട്ടുപോത്തുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒത്തിരി ദൂരമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വാൽപ്പാറ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കുക.
കാരണം നല്ല അടിപൊളി വൈബാണ് ഇപ്പോൾ വാൽപ്പാറ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.